ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അന്ന് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ പൂനെക്ക് പോവുകയാണ്. അപ്പോൾ വൈഫും ഉണ്ട് കൂടെ. വൈഫ് ഇതുവരെയായിട്ടും ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ്. ബോർഡിംഗ് പാസം കൊണ്ടൊക്കെ അതാ വരുന്ന ആൾ. നമ്മളാൾ ബോർഡിംഗ് പാസം കൊണ്ട് വരുന്നുണ്ട്. ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറുന്ന ഒരു സന്തോഷമാണ്. അടിപൊളി. വാ. അപ്പോൾ ബോർഡിംഗ് പാസ് കൈ കിട്ടി. കണക്ഷൻ ഫ്ലൈറ്റാണ്. ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ പോണത് നമ്മുടെ പൂനെക്ക്. അപ്പോൾ നമ്മൾ ചിക്കനും കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ സാലഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. കിട്ടിയ ഗ്യാപ്പിൽ ഒരു 3 മിനിറ്റ് നല്ല വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഔട്ട് വ്യൂ ആണ്. വൈഫ് ഫുള്ള് വീഡിയോ എടുക്കലാണ്. എയർപോർട്ടിലെ വ്യൂ ഫ്ലൈറ്റൊക്കെ ആദ്യമായിട്ട് എടുത്ത് കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എയർപോർട്ടിൻ്റെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഇൻസൈഡ്. കുറേ ആളുകൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി പോവുകയാണ് ഫ്ലൈറ്റിലേക്ക്. നമ്മളെ ബോർഡിങ്ങിൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഫ്ലൈറ്റൊക്കെ അടുത്തുനിന്ന് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മളെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അതാണ് ഈ ഫ്ലൈറ്റിൽ നമ്മൾ പോണത്. ആൾ ഫുൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ സൈഡ്. ഞങ്ങൾക്ക് രണ്ടാക്കും വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വൈഫിനെ വിൻഡോ സീറ്റിലിരുത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് പോക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടെ എത്തും, ബാംഗ്ലൂരെത്തും. ബാംഗ്ലൂരിൽ നിന്ന് അപ്പം തന്നെ പൂനെക്കുള്ള ഫ്ലൈറ്റിൽ മാറി കയറാണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലത്തെ വീഡിയോസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൻ്റെ എയർപോർട്ട് സൈഡ് അത് ലൈവ് ചെയ്ത് കാണാൻ പറ്റും. കയറിയപ്പോൾ തന്നെ വൈഫ് ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചിട്ടൊക്കെ ഉണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്തൊന്ന് പേടിച്ചിട്ടൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഒരു പശുവിൽ ഉണ്ടാക്കരുത്, മാനം കളയരുത് പറഞ്ഞിരുന്നു. അവിടെ പശുവിലൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ പോവുകയാണ്. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിൻ്റെ കാര്യമൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ട്. സൈഡൊക്കെ മറ്റേ ഇതെല്ലാം സാധാരണ നോർമലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പൂനെയിലെത്തിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഉള്ള രസമാണ്. പൂനെയിൽ നിന്ന് ഞങ്ങൾ റൂമിലേക്ക് പോയതും ഇതേപോലെ ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയിട്ടുള്ളത്. നല്ല രസമായിരുന്നു ആ പരിപാടി. ബാംഗ്ലൂർ നല്ല എയർപോർട്ടിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ലൈവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളെ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ടൈം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ ബസ് ഞങ്ങളെ വെയിറ്റ് ചെയ്തേക്ക്. ബസ് കയറി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകണം. ബസ് എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് പൂനെക്കുള്ള, ബാംഗ്ലൂരിൽ നിന്ന് പൂനെക്കുള്ള ഫ്ലൈറ്റ് എയർ ഇന്ത്യ. ഓക്കെ, ബോർഡിംഗ് പാസ് എൻ്റെ ഇല്ലേ? അതെ, കയറിക്കോ. അപ്പോൾ ഈ ഇതിൽ ലാസ്റ്റ് ബസ്സിൽ കയറി വന്ന് ഞങ്ങളായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല വിൻഡോ സീറ്റ്. പക്ഷേ നേരെ മറ്റേ ആ ചിറകിൻ്റെ വിങ്സിൻ്റെ അടുത്തായതുകൊണ്ട് അടിഭാഗത്തൊന്നും കാണാൻ പറ്റില്ല. വിങ്സ് ഇങ്ങനെ കാണാൻ നീളത്തിൽ
എന്നാലും മുന്നിലോട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒക്കെ വൈഫ് ഫുള്ള് വീഡിയോ എടുക്കുകയാണ്. ആകാശത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ ആദ്യമായിട്ട് പോയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ലൈവ് ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. അതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പൂനെയിലെത്തി. ഇതാണ് നമ്മൾ പൂനെ എയർപോർട്ട്. ഇൻസൈഡ് നമ്മളെ ലഗേജ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോകാനുള്ള സെറ്റപ്പ് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയത് എന്താ വെച്ചാൽ, നമ്മൾ പരിചയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു ഓട്ടോക്കാരെ കണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ കറക്റ്റ് അവിടുത്തെ ഒരു ഹിസ്റ്ററി കിട്ടും. എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രൈവറെ കിട്ടിയിരുന്നു, നല്ല അടിപൊളി ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞങ്ങളായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഓട്ടോയിലാണ് പോയത്. റൂമിലേക്ക് ജസ്റ്റ് ഏകദേശം 1 മണിക്കൂറിൻ്റെ മേലെ പിടിച്ചു വിട്ടു. അല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ട് ടു ചിഞ്ചവാടിക്കാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ അതാണ് നമ്മളെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. 2 സൈഡിൽ നിന്നും എല്ലായിടത്തും നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്കെല്ലാം കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റും. അപ്പോൾ അത് നല്ല രസമാണ്.